ശരിയായ ഗന്ധർവൻ നിന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുമായിരുന്നോന്ന് മീരയും ആയിഷയും ജെനിഫറും എന്നോട് ചോദിച്ചു. എനിക്ക് മിണ്ടാതെ കേട്ടു നിൽക്കാനല്ലേ കഴിയൂ? കാരണം അവര് പറയുന്നത് സത്യമല്ലേ? പാറു പറയുന്നൊക്കെ സത്യം തന്നെയാ. എപ്പോഴും കൂടെയുള്ളയാൾ, എല്ലാം അറിയുന്നയാൾ. പാറുവിനൊരു പ്രശ്നം വന്നപ്പോ അടുത്ത് വരാതിരുന്നത് തെറ്റ് തന്നെയാ. പക്ഷേ ഗന്ധർവൻ പാറുവിനെ കാണാൻ വരാത്തതിന്റെ കാരണം പാറുവിനെ അറിയില്ലല്ലോ. അയാളും എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടുകിടക്കുകയാണെങ്കിലോ? അല്ലെങ്കിൽ എല്ലാരും ഗന്ധർവനെ കുറ്റം പറയുന്നത് കേട്ടിട്ട് പാറുവിന്റെ മുന്നിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്നതാണെങ്കിലോ? ഉചിതമായ സമയത്തിന് വേണ്ടി ഗന്ധർവൻ കാത്തു നിൽക്കുന്നതാണെങ്കിലോ? എനിക്കറിയില്ല പ്രിയൻ ചേട്ടാ. എനിക്കൊന്നു മാത്രമേ അറിയൂ. എനിക്കിപ്പോഴും ഗന്ധർവനോട് സ്നേഹം, വിശ്വാസം. ചെയ്തു തന്ന സഹായങ്ങൾക്ക് ഞാൻ ഇന്നും ഗന്ധർവനോട് നന്ദിയുള്ളവളായിരിക്കും. അത് മാത്രമേ എനിക്കറിയൂ. എനിക്കൊരിക്കലും എൻ്റെ അച്ഛനെയും അമ്മയും ചേച്ചിയും മറക്കാനോ വേദനിപ്പിക്കാനോ കഴിയില്ല. അതുപോലെ തന്നെ ഗന്ധർവനെ തള്ളിക്കളയാനും കഴിയില്ല. അതുകൊണ്ട് ഞാനിത് പ്രിയൻചേട്ടനെ ഏൽപ്പിക്കുക. പ്രിയൻചേട്ടൻ ഭദ്രമായി സൂക്ഷിച്ചു വെക്കണം.